ഹലോ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞൾ കൃഷിയെപ്പറ്റി ഒരു 4-5 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കസ്തൂരി മഞ്ഞൾ നമുക്കെല്ലാം ഫെമിലിയറായിട്ടുള്ള സുപരിചിതമായൊരു പേരാണ്. എന്നാൽ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഒരുപക്ഷെ നമ്മളിൽ പലർക്കും പരിചിതമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവുകയില്ല. എനിക്കും ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഞാനും ഒരു 3 കൊല്ലം മുമ്പ് വരെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ധാരണ, ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നതും നല്ല മഞ്ഞ കളറുള്ള സാധാരണ മഞ്ഞൾ പോലെയുള്ള ഒരു നിറമാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. എന്നാൽ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ക്രീം കളറാണ്, മഞ്ഞ കളറല്ല. ഇതാണ് നമ്മൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ആ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഇത് ഒടിച്ച് കഴിയുമ്പം അതിൻ്റെ കളറൊന്നും നോക്കിയിട്ടുണ്ടാവും, ഒരു ക്രീം കളറാണ്. നമ്മൾ സാധാരണ മഞ്ഞളിൻ്റെ കളറുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ഈ ഒരു 3 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എവിടെ കിട്ടും എന്നിങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് തിരക്കി. അങ്ങനെയാണ്, പക്ഷേ എനിക്ക് ലഭിച്ചില്ല. ഞാൻ ഒരുപാട് സ്ഥലത്ത് തിരക്കി. അത് തിരക്കാനുണ്ടായ കാരണം, എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കസ്തൂരി മഞ്ഞൾ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായി 1 മാസം കഴിയുമ്പോൾ തൊട്ട് കസ്തൂരി മഞ്ഞൾ തേച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നിറം കിട്ടും, അതുപോലെ അവരുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടും. ഇങ്ങനെ ഞാൻ ഈ കസ്തൂരി മഞ്ഞളുടെ ഗുണത്തെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ എവിടെ അവൈലബിൾ ആവും എന്നുള്ളത് ഇങ്ങനെ തിരക്കി. ഞാൻ ഒത്തിരി തിരക്കിയിട്ടും എനിക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ കേരള കാർഷിക സർവകലാശാല ഈ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള അവരുടെ ഫാമിൽ തിരക്കിയാൽ ഒരു പക്ഷേ കിട്ടിയേക്കാമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ മണ്ണുത്തിയിലുള്ള തൃശ്ശൂരുള്ള കേരള കാർഷിക സർവകലാശാലയുടെ ഓഫീസിൽ ചെല്ലുന്നു. അപ്പോൾ അവരുടെ ഫാമിൽ നിന്ന് ഞാൻ ഈ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കണ്ടു. അങ്ങനെയാണ് ഞാനിത് കണ്ടപ്പോൾ ഞാൻ വളരെ അതിശയം വിചാരിച്ചു പോയി. നമ്മുടെ എല്ലാ ധാരണയും തെറ്റിക്കത്തക്ക വിധം വളരെ ക്രീം കളറിലുള്ള സാധാരണ മഞ്ഞളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാധനമാണ് ഈ കസ്തൂരി മഞ്ഞൾ. അതിന് വളരെ ആസ്വാദ്യകരമായ ഒരു സുഗന്ധമുണ്ട്, നല്ലൊരു സുഗന്ധമുണ്ട് ഈ കസ്തൂരി മഞ്ഞളിന്. അപ്പോൾ ഞാനങ്ങനെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും ഞാൻ അവർ കുറച്ച് മഞ്ഞൾ എനിക്ക് തന്നു. ഞാനത് ഇവിടെ കൊണ്ടുവന്ന് അത് മുളപ്പിച്ച് ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ ഇവിടെ നട്ടു. അപ്പോൾ അത് നടുന്നത് നമ്മൾ സാധാരണ മഞ്ഞൾ നടുന്ന പോലെ തന്നെ നമ്മൾ ഈ മെയ് ജൂൺ മാസത്തിൽ അത് നട്ട് കണ്ടം വെട്ടി അതിൽ നമ്മൾ നട്ടു. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ നട്ടിരിക്കുന്ന ഈ കൃഷി നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. അങ്ങോട്ട് ലോങ് അപ്പോൾ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ ഗുണത്തെപ്പറ്റി നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അത് അറിയാവുന്നതായിരിക്കും. എങ്കിലും ഞാൻ അതിൻ്റെ ഒരു ഗുണഗണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വലിയൊരു ഉപയോഗം ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കസ്തൂരി മഞ്ഞൾ നമ്മൾ ചെയ്യുന്നത്, അത് നമ്മുടെ മുഖത്ത് നമ്മുടെ ശരീരത്തിലും തേക്കാൻ പറ്റുന്നതാണ്. നമ്മളങ്ങനെ ആ കസ്തൂരി മഞ്ഞൾ പാടയും കൂടെ ചേർത്ത് നമുക്ക് തേച്ചാൽ നമ്മുടെ മുഖത്തിനും ശരീരത്തിനും വലിയ വ്യത്യാസം, അതായത് നല്ല നിറം വരും, സ്കിന്നിന് നല്ല ബ്രൈറ്റ്നസ് വരും. അപ്പോൾ നമ്മൾ ഈ പച്ച കസ്തൂരി മഞ്ഞൾ നമ്മൾ ഫെബ്രുവരി മാസത്തിൽ വിളവെടുത്ത് കഴിയുമ്പം കിട്ടുന്ന പച്ച കസ്തൂരി മഞ്ഞളാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പച്ച കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ നമ്മൾ 1-2 മാസത്തേക്ക് പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത് പച്ച കാണും. അപ്പോൾ ആ പച്ച കസ്തൂരി മഞ്ഞൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത്, കുറച്ച് പാട എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം കസ്തൂരി മഞ്ഞളും കൂടെ ഇട്ട് മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കും. എന്നിട്ട് ആ കുഴമ്പ് രൂപത്തിലാക്കി കിട്ടിയ ആ പേസ്റ്റ് പോലെയായ ആ ലിക്വിഡ് നമ്മൾ മുഖത്ത്
തേക്കും, അതുപോലെ ദേഹത്തും നമുക്ക് തേക്കാം. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ദേഹം മുഴുവൻ ഇത് തേക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ തേച്ചതിന് ശേഷം നമുക്ക് കുളിപ്പിക്കാം. അത് നമ്മുടെ ദേഹത്ത് പുരട്ടി മുഖത്തും പുരട്ടിയിട്ടുണ്ട്, നമുക്ക് കഴുകിക്കളയാം. ഏതാണ്ട് വിത്തിൻ 24 hours അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കിന്നിനും മുഖത്തിനും വളരെ വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഈ പച്ച കസ്തൂരി മഞ്ഞൾ നമ്മളിപ്പോൾ ഉള്ളപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതൊരു 1-2 മാസത്തിൽ കൂടുതൽ നമ്മൾ ഇരിക്കുകയില്ല, അത് ഉണങ്ങി പോകും, അല്ലെങ്കിൽ അതിന് മുളയെടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ പച്ച ഉള്ളപ്പോൾ ഇങ്ങനെ പച്ച പാൽപ്പാടയിൽ കൂട്ടി മിക്സിയിലടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഈ ബാക്കിയുള്ള കസ്തൂരി മഞ്ഞൾ നമ്മൾ ചെയ്യുന്നത് ഇതുണ്ട്. ബാക്കിയുള്ള കസ്തൂരി മഞ്ഞൾ നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കും. ഉണക്കിയിട്ട് ഇത് കണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നല്ലപോലെ ഉണങ്ങണം വെയിലത്ത്. ഇങ്ങനെ ഉണക്കി ഇത് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ നല്ലപോലെ അടച്ചു വെക്കുന്നു. അങ്ങനെ അടച്ചു വെച്ച് ഇത് ഞങ്ങളിപ്പോൾ 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയിട്ട് നല്ലപോലെ ഉണങ്ങണം. ഉണങ്ങി നല്ല ഒട്ടും ജലാംശം ഇല്ലാതെ ഉണങ്ങിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് 1-1.5 കൊല്ലം ഞങ്ങളിപ്പോൾ ഇത് കേടുകൂടാതെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഉണങ്ങി സ്ലൈസ് ചെയ്ത് ഉണങ്ങി വെച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മിക്സിയിൽ പൊടിക്കാം. അപ്പോൾ ഇത് ഞങ്ങൾ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇതാണ് 100% ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് പൊടിച്ചെടുത്തപ്പോൾ. ഇത് കണ്ടോ നിങ്ങളിപ്പം നല്ല പൊടി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ 1 സ്പൂൺ എടുത്തിട്ട് നമ്മൾ പാൽപ്പാടയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി അല്പം വെള്ളം ചേർത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. കുട്ടികളെ കുളിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് മുഴുവൻ തേച്ച് ഒരു 10-15 മിനിറ്റ്. നമുക്ക് മുഖത്ത് മുതിർന്നവർക്കും കുട്ടികൾക്കും മുഖത്ത് മാത്രമല്ല ദേഹത്തും തേക്കാം. അതിന് വളരെ റിസൾട്ട് 24 hours കൊണ്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം അപ്ലൈ ചെയ്താൽ നമുക്ക് വലിയ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ കൃഷി കഴിഞ്ഞ് ഒരു 3 വർഷമായിട്ട് ചെയ്യുന്നു. ഇതിൻ്റെ വിളവെടുപ്പ് ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ വിളവെടുത്ത് നമ്മൾ അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വിത്തിന് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ അതിൽ മറ്റു ഉപയോഗത്തിലേക്ക് കൂടുതൽ ആവശ്യമുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് അത് തരാൻ സാധിക്കുന്നതാണ്. കൊറിയറിലോ എങ്ങനെയാലും സാധിക്കുമെങ്കിൽ എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്കും ഈ കസ്തൂരി മഞ്ഞൾ കൃഷി പരീക്ഷിക്കാവുന്നതാണ്. ഒരുപക്ഷെ നിങ്ങളും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തിരക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ പ്രയോജനപ്പെടും. എൻ്റെ ഈ വീഡിയോ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു.